ഇന്നിപ്പോൾ ഞാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിയിൽ സെൻട്രൽ സ്ക്വയർ മാളിൽ ഒരു കേക്ക് മിക്സിംഗ് സെറമണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ഷെഫ് പിയുടെ കേക്കിങ്ങിൻ്റെ പുതിയൊരു സ്ഥാപനവും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു കേക്ക് മിക്സിംഗ് സെറമണി നടത്തുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്യാനുള്ള സംഭവം എല്ലാം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഷെഫുമാരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾക്കാർ ഇതെല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ നല്ല ക്രൗഡായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ അതുപോലെ തന്നെ ഷെഫ് പിള്ള ഉണ്ടായിരുന്നു, മാത്തുക്കുട്ടി, അതുപോലെ കലേഷ്, ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ അടിപൊളിയായിട്ടുള്ള കേക്ക് മിക്സിംഗ് സെറിമണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അവർ വന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസും അതുപോലെ അവരുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് മിക്സിംഗ് സെറിമണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കടൽമച്ചാനും സന്ധ്യാമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് നേരത്തെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് മിക്സിങ്ങിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ കൂട്ടിന് ഷെഫും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഷെഫ് പിള്ളയെ കണ്ടു, സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ വന്ന് എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരുമായിട്ട് സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ആ ദിവസം പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇനാഗുറേഷനും കേക്കിങ്ങിൻ്റെ ഇനാഗുറേഷനും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ട് റെഡി ആയിരുന്നപ്പോഴത്തേക്ക് ഫുഡ് കോർട്ടിലേക്ക് ചെന്നിട്ട് ബർഗർ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയിട്ട് അവിടെ ചെന്നിട്ട് ഒരു ബർഗറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബർഗറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അതെല്ലാം വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാം 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു 6-6:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് പ്രോഗ്രാം മുഴുവനായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ടാറ്റാ.